सुनिए, बहुत आगे बढ़ेगा। हाथ जोड़ के आपसे गुजारिश करता हूं, मेरे बेटे का फ्यूचर बर्बाद मत कीजिए। बच्चों നമസ്കാരം. അങ്ങനെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ തിരിച്ചെത്തിയിരിക്കുന്നു. 131 റൺസ് അടിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഒരുപാട് ശരങ്ങൾ രോഹിത് ശർമ്മയ്ക്ക് നേരെ ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ രോഹിത് ശർമ്മ കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും നിറം മങ്ങി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനെല്ലാം ഉത്തരമായിട്ട് രോഹിത് ശർമ്മ ഇന്ന് 131 റൺസ് അടിച്ചിരിക്കുന്നു. അവിടെ എല്ലാം സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് മറ്റാർക്കും അല്ല, ആരെന്നറിയാം, നമ്മുടെ ഹാർദിക് പാണ്ഡ്യയ്ക്കും അതിനോടൊപ്പം അവന്റെ മൂട് താങ്ങി നടക്കുന്ന മുംബൈ ഇന്ത്യൻസിനും. സത്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് മൂഞ്ചി എന്ന് ഞാൻ തമ്പുലേൻ ഇട്ടിരിക്കുന്നത് കറക്റ്റ് ആണ്. കാരണം മുംബൈ ഇന്ത്യൻസ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അറിയാം. മുംബൈ ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നു, അതായത് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ ആവുമെന്ന് കരുതി എന്ത് ചെയ്തു, അതായത് ഇന്ത്യൻ ക്യാപ്റ്റനും നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനും ഒന്നാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഇതുവരെ 5 ട്രോഫികൾ നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് അവന്മാരെ കുറ്റം പറഞ്ഞ് പോയ ഒരുത്തനെ കൊണ്ടുവന്ന് അവിടെ ക്യാപ്റ്റനാക്കി. ഇപ്പോ ദൈവം എന്നൊരു കാര്യം മേളിലുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്തു, രോഹിത് ശർമ്മ തിരിച്ച് ഇന്ത്യൻ ക്യാപ്റ്റനായിരിക്കുകയാണ്. മനസ്സിലായോ? രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യയെ എന്ത് ചെയ്തിരിക്കുന്നു, വൈസ് ക്യാപ്റ്റനും ആക്കിയിട്ടുണ്ട്. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റന് ഇനിയിപ്പം ഈ പറയുന്ന രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനോട് കളിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, വൈസ് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അവന്റെ അണ്ടറിൽ കളിക്കണം. ഇന്ത്യൻ ടീമിലെ വൈസ് ക്യാപ്റ്റന്റെ അണ്ടറിൽ കളിക്കേണ്ടതായിട്ടുള്ള ഗതികേട് വരും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ് ഈ ക്രിക്കറ്റ് കണ്ടുപിടിച്ചത്. ക്രിക്കറ്റാണ് ദൈവം, പിന്നെ അവനാണ് ദൈവം, ക്രിക്കറ്റിന്റെ ദൈവം അവനാണെന്നുള്ള അഹങ്കാരം. ഇതുപോലുള്ള അഹങ്കാരം പിടിച്ച ഒരു ക്രിക്കറ്ററിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ അഹങ്കാരിയായ ഒരു തന്നെ. മനസ്സിലായോ? അവന്റെയൊക്കെ മൂട് താങ്ങുന്ന ഈ ജയ്ഷാ പോലുള്ളവർ, ജയ്ഷാ എന്ന സത്യം പറഞ്ഞ ആരുടെ മൂട് താങ്ങിയാണ്, ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ മൂട് താങ്ങിയാണ്. മനസ്സിലായോ? മുംബൈ ഇന്ത്യൻസിന് പറ്റിയ ഏറ്റവും നല്ലത് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ, ഇഷാന്ത് കിഷന് എവിടെയൊക്കെ പോയി ഈ പറയുന്ന കളിക്കാനൊന്നും പോവാതെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കാതെ പോയി കറങ്ങി നടന്നുകൊണ്ട് അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ കരിയർ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. അവൻ കഴിഞ്ഞ മുമ്പത്തെ പിന്നെ IPL ഇതുപോലെ തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞു, പിന്നെ എന്തോ പരിക്കും തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിഞ്ഞു കിടന്നു. IPL ആണ് അവർക്ക് മുഖ്യം, ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റോ ഒന്നുമല്ല. അവർക്ക് പണം ഉണ്ടാക്കണം. IPL വേണ്ടി അവൻ ലീവ് എടുക്കുന്നു. പിന്നെ IPL സമയത്തുമ്പോൾ IPL എന്ന് തുടങ്ങുക അന്ന് അവന്റെ പരിക്കുമില്ല, അവനൊരു തേങ്ങയില്ല. മനസ്സിലായോ? അവന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാൻ വയ്യ. അവൻ വലിയ സാറാണ്. മനസ്സിലായോ? അതായത് വലിയ വേൾഡ് കപ്പിൽ മാത്രം ഞാൻ വന്ന് തല കാണിക്കും, എന്നെ അനുസരിക്കണമെങ്കിൽ അനുസരിച്ചു എന്നുള്ള ഏറ്റവും കൂടുതൽ ഹുങ്കുള്ള ഒരു ഡാഷാണ് ആര്, ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ. ഈ ഹാർദിക് പാണ്ഡ്യക്കുള്ള അടിയാണ്. അത് കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരൊറ്റ ഇന്റർനാഷണൽ കളികളോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കോ ഒന്നും ഒരു A ക്ലാസ് ക്രിക്കറ്റ് പോലും കളിക്കാത്തവനാണ് നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇനിയിപ്പം മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. 8 നിലയിൽ പൊട്ടണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഹാർദിക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് പറയാം. എന്തായാലും ഇതുപോലുള്ള അഹങ്കാരിയും ഹുങ്കുമുള്ളവർ തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല ക്രിക്കറ്ററായിട്ട്. മനസ്സിലായോ? കൂടെ നിൽക്കുന്നവനെ പിന്നെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു പരിപാടിയാണ് ഹാർദിക് പാണ്ഡ്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അവന്റെ ജീവിതത്തോടെ തൊലയും, അതൊക്കെ പോട്ട്. അപ്പോൾ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് ഇംഗ്ലണ്ടുമായിട്ടുള്ള 3ാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ 365 റൺസ് അടിച്ചു, 326 റൺസ് അടിച്ചു, 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ 3 വിക്കറ്റുകൾ പട്ടയെന്ന് പോയി. തുടക്കം 3 വിക്കറ്റുകൾ. ഞാൻ 33-ന് എനിക്ക് തോന്നുന്നു 33-ന് 3 ആയിരുന്നു. അതിൽ യശസ്വി ജയ്സ്വാൾ 10 റൺസിന് ഔട്ടായി. പിന്നീട് ആരാണ്, ശുഭം ഗിൽ 0-0 തിരിച്ചുപോയി. ശുഭം ഗില്ലിന്റെ നിഴലാണ്. പണ്ട് നമ്മൾ ഒരുപാട് പിന്നെ പുകഴ്ത്തിയതാണ്, ഒരുപാട് നമ്മുടെ നാളത്തെ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയതാണ്. പക്ഷെ പ്രിൻസിന്റെ നിഴല് മാത്രമേ ഉള്ളൂ. പേടിച്ച് തൂറി പല ബോളുകളും എടുത്തു എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു. അങ്ങനെ ശുഭ്മാൻ ഗില്ല് 0ക്ക് ഔട്ടായി. രജത് പാട്ടിദാർ 5 റൺസിന് ഔട്ടായി. രജത് പാട്ടിദാറിന്റെ ഔട്ട് ഈ പറയുന്ന ആ ബോൾ കുറച്ച് വീണിട്ട് ബോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വന്നു എന്നെങ്കിലും പറയാം. അതിനുശേഷം രോഹിത് ശർമ്മയും ഈ പറയുന്ന ആരാണ് നമ്മുടെ രവീന്ദ്ര ജഡേജയും കൂടി അടിച്ച് നിലംപരിശാക്കുന്നതാണ് ഇംഗ്ലണ്ടിന്. രോഹിത് ശർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കുമുള്ള ചുട്ട മറുപടി കൊടുത്ത് ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്തുകൊണ്ട് 131 റൺസ് അടിച്ചെടുത്തു. 14 ഫോറും 3 സിക്സുകളും അടിച്ചിട്ടുണ്ട് നമ്മുടെ രോഹിത് ശർമ്മ. അതിനോടൊപ്പം കൂട്ടുനിന്ന രവീന്ദ്ര ജഡേജ 110 റൺസ് നോട്ട് ഔട്ട് ആയിട്ട് ഇപ്പോഴും ഗ്രീസിൽ തന്നെയുണ്ട്. 9 ഫോറുകളും 2 സിക്സും അടിച്ച് ഈ പറയുന്ന രോഹിത് ശർമ്മയും
രവീന്ദ്ര ജഡേജയും കൂടി നേടിയ കൂട്ടുകെട്ടിലാണ് ഇന്ത്യത്തേത് 326 എന്ന് പറയുന്ന ഒരു കൂട്ടം സ്കോറിലേക്ക് എത്തി. ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു ബാറ്റ്സ്മാൻ ഉണ്ട്, നമ്മുടെ സർഫറാസ് ഖാൻ. ഇന്ന് ഡെബ്യൂ ചെയ്ത സർഫറാസ് ഖാൻ സൂപ്പർ കളിയാണ് കളിച്ചു കേട്ടോ. നല്ല സൂപ്പറായിട്ട് അവൻ കളിച്ചു. വന്നിടണം ഒരു പേടിയും ഇല്ലാതെ വന്ന് അവന്റെ ബാപ്പേനെയും ഉമ്മയും പിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് അവൻ സൂപ്പറായിട്ട് കളിച്ചു. ഒരു സെഞ്ചുറി പിറക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് നല്ലവണ്ണം ആഗ്രഹിച്ചതാണ്. ആ തെണ്ടി ജഡേജ റണ്ണൌട്ടായി കൊടുത്തു. ആ രോഹിത് ശർമ്മയുടെ കളി നോക്കണം. അപ്പോഴും ആ രോഹിത് ശർമ്മ എന്നൊരു വ്യക്തിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു യങ്സ്റ്റേഴ്സിന് അവനറിയാം അവൻ പോയിരുന്നെങ്കിൽ ഫസ്റ്റ് ഡെബ്യൂവിൽ തന്നെ അവനൊരു സെഞ്ചുറി അടിക്കുമെന്ന് കൃത്യമായിട്ട് രോഹിത് ശർമ്മയ്ക്ക് അറിയാം. അതായത് രോഹിത് ശർമ്മയ്ക്ക് അത്രയും ദേഷ്യം ഉണ്ടായത്. ഈ പറയുന്ന തൊട്ട് മുമ്പുള്ള ബോൾ തന്നെ റണ്ണൌട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടത് സർഫറാസിനും. അതും ഈ പറയുന്ന ജഡേജ തന്നെയാണ് ഗോൾ ചെയ്തത്. ഇവിടെയും അവസാനം 99 നിൽക്കുമ്പോൾ ജഡേജ ഗോൾ ചെയ്യുന്നു. യവൻ എന്ത് ചെയ്തു? അവന്റെ ഒരു സെഞ്ചുറിയാണ് നഷ്ടപ്പെടാതെ യവൻ എന്ത് ചെയ്തു? കമ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുന്നു. പകുതി എത്തിയപ്പോൾ അവൻ തിരിച്ചു വിട്ടുന്നു. യവന്റെ കരിയർ അല്ലെങ്കിൽ യവന്റെ ഫസ്റ്റ് ഇന്നിങ്സ് ഒരു 100 കന്നി മാച്ചിൽ ഒരു സെഞ്ചുറി അടിക്കാമുള്ള സർഫറാസ്കാരന് അത് ഇല്ലാണ്ടാക്കുന്നു ജഡേജ. അവിടെയാണ് ജഡേജയുടെ ആ ഒരു 100 അല്ലെങ്കിൽ സെഞ്ചുറി മങ്ങിപ്പോകുന്നത്. അദ്ദേഹം പറഞ്ഞാൽ അവിടെയാണ്. എന്റെ ഇന്നത്തെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമല്ല, അത് സർഫറാസ് ഖാനായിരുന്നു. 66 ബോളുകൾ നേരിട്ടുകൊണ്ട് 62 റൺസ് അടിച്ചു. 9 ഫോറും 1 സിക്സും അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്തായാലും രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ്, ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയും അവൻ ബാറ്റ് കൊണ്ട് സെഞ്ചുറി അടിച്ചുകൊണ്ട് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർഫറാസ് ഖാന്റെ ഡെബ്യൂ ആയിരുന്നു. സർഫറാസ് ഖാൻ 65 ബോൾ ചെയ്യുന്നു. വളരെ കിടിലമായിട്ട് റൺഡേ സ്റ്റൈലിൽ തന്നെ തലങ്ങും വിലങ്ങും പ്രകരിച്ചുകൊണ്ട് 66 ബോൾ ചെയ്യുന്ന 62 അടിച്ചു. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ 110 റൺസ് അടിച്ചിരുന്നു. 212 ബോളിൽ നിന്ന് 110 റൺസ് അടിച്ചുകൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്നു. എന്തായാലും ഈ ടെസ്റ്റും ഈ ലെവലിലാണ്. ഒന്നാം ദിനത്തിൽ തന്നെ 325 റൺസ് ഇന്ത്യ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മിക്കവാറും ഈ ടെസ്റ്റ് ഇന്ത്യയെ കൈപ്പടിയിൽ ഒതുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഇന്ന് മറ്റൊരു ഡെബ്യൂ കൂടിയാണ്. നമ്മുടെ കീപ്പറിനെ മറ്റേ ഭരത്തിനെ മാറ്റിക്കൊണ്ട് ആരാണ് ധ്രുവ് ജുരൽ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പറും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അവൻ നാളെ എന്തായാലും ഇറങ്ങുമായിരിക്കും. എന്തായാലും ഇന്ത്യ നല്ലൊരു തുടക്കമാണ് ഇന്ന് ഉണ്ടായത്. ഈ പറയുന്ന രോഹിത് ശർമ്മയുടെ കൂറ്റൻ സെഞ്ചുറി ഒരു ഡബിൾ സെഞ്ചുറിയിലേക്ക് പോകുമെന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ അതുണ്ടായില്ല. അതിനോടൊപ്പം ഏറ്റവും എടുത്ത് പറയുന്നത് അന്നത്തെ സ്റ്റാർ ആരെന്ന് വെച്ചാൽ മറ്റാരുമല്ല, അത് സർഫറാസ് ഖാൻ എന്ന് പറയുന്ന യങ്സ്റ്ററാണ്. അടിച്ച് തകർക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്. सुनिए, बहुत आगे बढ़ेगा। हाथ जोड़ के आपसे गुजारिश करता हूं, मेरे बेटे का फ्यूचर बर्बाद मत कीजिए। बच्चों